ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഞാൻ ആക്ച്വലി ലിയോ വെർഗോയുടെ റീഡിംഗ് മിസ് ചെയ്തു മുമ്പേ, അപ്പോൾ അത് ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ്. ആൻഡ് ലിയോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ലവ് മെസ്സേജ് മുമ്പേ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. 3 of Cups ആണ് നിങ്ങളുടെ ലവ് മെസ്സേജ്. നിങ്ങളുടെ കരിയറിൽ എന്താണ് മെസ്സേജ്? നിങ്ങളുടെ കരിയറിലാണ് ജസ്റ്റിസ്, ലീബ്ര എനർജി. അപ്പോൾ ലിയോ, നിങ്ങളുടെ ലവിൽ ഞാൻ കാണുന്നത് ഒരു സെലിബ്രേഷൻ ആണ്, ഒരു നല്ല സമയമാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നുണ്ടാവും, ഡേറ്റിനൊക്കെ പോകുന്നുണ്ടാവും, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ കരിയറിൽ ജസ്റ്റിസ് ആണ്, ഇത് ഒരു കാർമിക് ബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കരിയർ ഒരു നല്ല ബാലൻസ്ഡ് സിറ്റുവേഷനിലാണ് വരാൻ പോണത്. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഗൽ സിറ്റുവേഷനിൽ ഇൻവോൾവ് ആണ് വെച്ചാലും അതിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് കിട്ടാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ 3 of Cups നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ്. 3 of Cups ആൻഡ് Ace of Cups. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ്, ഞാൻ പറഞ്ഞ മാതിരി ന്യൂ ബിഗിനിങ് ഉണ്ട് ലവിൽ. എസ്പെഷ്യലി സിംഗിൾസിന് വേണ്ടിയിട്ട് ഇത് നല്ല സമയമാണ്. നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നുണ്ട്, പുറത്ത് കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ ചാൻസസ് ഒരു പുതിയ ലവ് ഇൻട്രസ്റ്റിനെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഇപ്പോൾ ഹൈ ആണ്. ആൻഡ് ഇതൊരു സ്പെഷ്യൽ ന്യൂ ബിഗിനിങ് ആണ് ലവിൽ. കുറേ ഇമോഷണൽ ഓഫറാണ് വരണത്, ഒരു പുതിയ ലവ് ഓഫറാണ് വരണത്. ഈ പുതിയ ബിഗിനിങ് ആരുടെ കൂടെയാണ് ഇവിടെ? എംപറർ, ഏരീസ് എനർജി. അപ്പോൾ ഇത് ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ ജോലി ഓഫീസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ കുറേ വെൽ ടു ഡു ആണ്, കുറേ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സൺ ആണ്. മേ ബി കുറച്ച് ഒരു ഓൾഡർ പേഴ്സൺ ആവാൻ വഴിയുണ്ട്, പക്ഷെ കുറേ ഒരു ബാലൻസ്ഡ് ഒരു ഇൻഡിവിജ്വൽ ആണ്, കുറേ ഡിസിപ്ലിൻഡ് ആയി പേഴ്സൺ ആണ്. ഈ പേഴ്സൺ കുറേ മെച്യൂർഡാണ്. അങ്ങനത്തെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. 10 of Pentacles, ഇതൊരു നല്ല പോസിറ്റീവ് എനർജിയാണ്. ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. മാരേജ് കൂടിയും ഇവിടെ പോസിബിൾ ആണ് ഈ പേഴ്സൻ്റെ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഒരു വെരി സ്ട്രോങ് ഫ്യൂച്ചർ ഉണ്ട്, അതാണ് ഞാൻ കാണുന്നത്. ഇവിടെ മജിഷ്യൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ മാതിരി ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച മാതിരി ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങൾ ഒരു സ്ട്രോങ്ങർ കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതും വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഔട്ട്കം, നിങ്ങളുടെ ലവ് ലൈഫിൽ ഔട്ട്കം എന്താണ്? നിങ്ങളുടെ ലവ് ലൈഫിൽ ഔട്ട്കം ആണ് ഫൂൾ. അപ്പോൾ അഗൈൻ ഏരീസ് എനർജിയാണ് ഇത്, പക്ഷേ ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലിരുന്ന ഈ ലവ് തേടി വീട്ടിൽ വരില്ല. നിങ്ങൾക്ക് കുറച്ച് പുറത്ത് പോകേണ്ടി വരും, ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ചാൻസസ് കുറച്ചുകൂടിയും കൂടുക. ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ലവ് ഇൻട്രസ്റ്റിനെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് അപ്പോഴാണ് കൂടുക. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അത് പോസിബിൾ അല്ല. കുറച്ച് നിങ്ങൾക്ക് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്തും എടുക്കേണ്ടി വരും. നിങ്ങളെല്ലാം ഓപ്പർച്യൂണിറ്റീസിന് നോ പറഞ്ഞുകൊണ്ടിരുന്ന അതും ശരിയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഫീൽ ചെയ്യേണ്ട ഈ പേഴ്സൺ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആണെന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാച്ചാൽ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക. ആൻഡ് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുമ്പോട്ട് പോകണമെന്ന് അത് നോക്കുക. അപ്പോൾ ലവ് ലൈഫ് കുറേ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ കരിയറിൽ നോക്കാം, ഈ ജസ്റ്റിസ് എന്താണ്? കരിയറിൽ ജസ്റ്റിസ്, പേജ് ഓഫ് വാൻഡ്സ്, ഒരു പുതിയ ബിഗിനിങ്. നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യേണ്ട വെച്ചാൽ വെരി സൂൺ നിങ്ങൾക്കൊരു ഓഫർ കിട്ടാൻ പോകുന്നുണ്ട്. ആൻഡ് ഇത് കുറേ ഒരു ബാലൻസ്ഡ് ഓഫറാണ്, കുറേ ഒരു ഫെയർ ആയിട്ട് ഓഫറാണ്, കുറേ ഒരു നല്ല ഓഫറാണ്. ഇവിടെ 6 of Cups, ഈ ഓഫർ വരണ ഓഫർ ഇത് ഒരു നോൺ പേഴ്സൻ്റെ ത്രൂ ആയിരിക്കും വരുന്നുണ്ടാവുക, ഫ്രണ്ട്സിൻ്റെ ത്രൂ.
ഇല്ലാച്ച മുമ്പേ പരിചയമുള്ള സ്ഥലം പറഞ്ഞ പരിചയമുള്ള കമ്പനി അങ്ങനത്തെ കമ്പനിയുടെ സൈഡിൽ നിന്നായിരിക്കും ഒരു ഓഫർ വരുന്നുണ്ടാവുക. ടു ഓഫ് പെൻറ്റിക്കിൾസ് ഇൻഫാക്ട് നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ കുറേ നിങ്ങൾ ബിസി ആയിരിക്കും. മൾട്ടിപ്പിൾ പ്രോജക്ട്സ്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. കുറേ ഒരു ബിസി സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയറിൽ. നിങ്ങൾ ഓൾറെഡി ഒരു ജോബിലോ ബിസിനസ്സിലാണ് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണ എനർജിയാണ് ടു ഓഫ് പെൻറ്റിക്കിൾസ്. 8 of Wands ഇത് സക്സസിൻ്റെ എനർജിയാണ്. അഗൈൻ നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണ്, ബിസിനസ്സിലാണ്, ജോലിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്താ സിറ്റുവേഷൻ വെച്ചാൽ ഇവിടെ അതിൻ്റെ ഔട്ട്കം കുറേ പോസിറ്റീവാണ്. കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സക്സസിൻ്റെ എനർജിയാണ് 8 of Wands. നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ മേ ബി ട്രാവൽ ചെയ്യും ജോലിയുടെ കാര്യത്തിൽ. എന്തെങ്കിലും ഒരു വേറെ സിറ്റിയോ സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. പക്ഷേ സക്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 7 of Wands ഉണ്ട് ഇവിടെ. കുറച്ച് ചാലഞ്ചസ് ഉണ്ടായാലും യൂണിവേഴ്സ് പറയണത് ഗിവ് അപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഈ ചാലഞ്ചസ് ഒക്കെ ടെമ്പററി ചാലഞ്ചസ് ആണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി വിൻ ചെയ്യും. ഇവിടെ ഹാങ്ഡ് മാൻ ഉണ്ട്. അപ്പോൾ ചില നിങ്ങളുടെ ഫിയേഴ്സ് ഒക്കെ നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്കാണ് ചെയ്യണത് കരിയറിൽ. അതിനെ ലെറ്റ് ഗോ ചെയ്യാം. ഒരു പുതിയ പെർസ്പെക്റ്റീവ് കൂടെ മുമ്പോട്ട് പോവാം. ഹാങ് മാൻ പൈസീസ് എനർജിയാണ്. അപ്പോൾ ഇത് 9 of Pentacles ഞാൻ പറഞ്ഞ മാതിരി കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് കരിയറിൽ. ഔട്ട്കം കുറേ പോസിറ്റീവാണ്. ഫിനാൻഷ്യലി ഒരു നിങ്ങൾ കുറേ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. ഇത് വേറെ നിങ്ങൾക്ക് ഫീൽ ആവണില്ല വെച്ചാൽ മേ ബി ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉണ്ടാവുക. കുറേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, കുറേ സക്സസ് ഉണ്ട് ജോലിയിൽ, ബിസിനസ്സിൽ. എസ്പെഷ്യലി നിങ്ങൾ ബിസിനസ്സിലാണ് വെച്ചാലും കുറേ ഫിനാൻഷ്യലി നിങ്ങളൊരു നല്ല സ്ഥലത്തായിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഉണ്ടാവുക. ലക്ഷൂറിയസ് ലൈഫാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ലിയോ നിങ്ങളുടെ ലവ് ആൻഡ് കരിയർ രണ്ടും ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഇതിനെ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. കമൻറ്റ്സിൽ ഐ ക്ലെയിം എഴുതുക ആൻഡ് ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക. ഇല്ലച്ച എൻ്റെ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് ബട്ടൺ ഉണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. എന്നുവെച്ചാൽ പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.